റൂറൽ SP സംഭവം നടന്ന ഈ അഫാന്റെ വീട്ടിലേക്ക് എത്തി എന്ന് മനസ്സിലാക്കുന്നു. അവിടെ ഉമേഷ് ഉണ്ട്. ഉമേഷ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഈ റൂറൽ SP സംഘം അവിടെ എത്തുന്നു. വീട് ഇപ്പോൾ ഈ ക്രൈം സീനായി തന്നെ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകും. അവിടെ ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? റൂറൽ SP കെ സുദർശൻ സ്ഥലത്തെത്തിയിരുന്നു. ഈ എല്ലാവരെയും, അതായത് 6 പേരെയും കൊലപ്പെടുത്താൻ 5 പേർ മരിച്ചു. അതിൽ 6 പേരെയും ആക്രമിച്ചത് ഈ ഒരൊറ്റ ഹാമർ, ഒറ്റ ചുറ്റിക കൊണ്ടാണ്. ഈ ചുറ്റിക ഈ വീട്ടിൽ ഉണ്ട്. പക്ഷേ പോലീസ് തെളിവായി എടുത്തിട്ടില്ല. നാളെ ഇനി ഫിംഗർ പ്രിന്റ് വിദഗ്ധരടക്കം വന്നതിന് ശേഷം മാത്രമേ അത് തെളിവായി എടുക്കുകയുള്ളൂ. ഇത്തരത്തിൽ ഈ ക്രൈം സീനിലുള്ള പൂർണ്ണമായ തെളിവുകളെല്ലാം ഇവിടെ തന്നെ മറ്റ് ഇടപെടലുകൾ ഒന്നും ഉണ്ടാകാത്ത രീതിയിൽ കൃത്യമായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എന്തായാലും പോലീസ് നേരത്തെ തന്നെ വീട് സീൽ ചെയ്യുകയും പോലീസ് പ്രാഥമിക നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും റൂറൽ SP നേരിട്ടെത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുമുണ്ട്. കാരണം ഇപ്പോഴും കേസിൽ എന്താണ് യഥാർത്ഥ കാരണം എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. ഇപ്പോൾ ഇയാൾ, അതായത് പ്രതി അഫ്നാൻ നേരിട്ടെത്തി പറഞ്ഞ മൊഴി മാത്രമേ ഉള്ളൂ. ആദ്യം കൊലപ്പെടുത്തുന്നത് പിതാവിന്റെ ഉമ്മയെയാണ്. പിതാവിന്റെ ഉമ്മയെ തലക്കടിച്ചാണ് കൊലപ്പെടുത്തുന്നത്. അതിനുശേഷം 2 ബന്ധുക്കളെ നേരെ എസൻപുരത്തെത്തി അവിടെ കൊല്ലുന്നു. അതിനുശേഷമാണ് ഈ വീട്ടിലേക്ക് വരുന്നത്. വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഏകദേശം 3 മണിയോട് കൂടിയാണ് ഈ ഫർസാനയെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കുന്നത്. അതിനുശേഷം ഫർസാനയും കൊണ്ടാണോ ഈ മറ്റ് 2 സ്ഥലങ്ങളും, ഏകദേശം ഈ വീട്ടിൽ നിന്ന് പിതാവിന്റെ ഉമ്മയുടെ വീട്ടിലേക്ക് എത്താനുള്ള സ്ഥലം എന്ന് പറയുന്നത് ഏകദേശം 16 കിലോമീറ്റർ ഉണ്ട്. ഈ 16 കിലോമീറ്റർ സഞ്ചരിച്ച് ഓരോ കൊലപാതകങ്ങളും നടത്തിയ ശേഷം ഏകദേശം മനസ്സിലാക്കാൻ കഴിയുന്ന ഏകദേശം 5 മണിയോട് കൂടി ഈ വീട്ടിലെത്തിയാണ് മറ്റ് മറ്റ് 3 കൊലപാതകങ്ങൾ ഇവിടെ നടത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും സാമ്പത്തിക പ്രതിസന്ധി എന്നുള്ള മൊഴിയാണ് പ്രതി പോലീസിന് നൽകിയിരിക്കുന്നത്. പൂർണ്ണമായി പോലീസ് വിശ്വസിക്കുന്നില്ല. കാരണം സാമ്പത്തിക പ്രതിസന്ധിയാണ് കാരണമെങ്കിൽ എന്തിനാണ് ഈ വീട്ടിൽ നിന്ന് പുറത്തുള്ളവരെ കൊല ചെയ്യാനുള്ള കാരണം എന്താണെന്ന് അത് ഈ പ്രതിയോട് ചോദിക്കുമ്പോൾ പ്രതി പറയുന്നത് നേരത്തെ തന്നെ പല ഘട്ടത്തിലും സഹായം തേടിയിരുന്നു. അത് ഈ ബന്ധുക്കളോടെല്ലാം സഹായം തേടിയിരുന്നു. അതുമാത്രമല്ല, ഈ ഒരു കുടുംബ സ്വത്ത് വീതം വെക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില തർക്കങ്ങൾ നേരത്തെ തന്നെ ഈ ബന്ധുക്കളുമായി ഉണ്ടായിരുന്നു. ഇതിന്റെ വിരോധം തീർക്കാനാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടത്തിയത് എന്നാണ് പറയുന്നത്. അതേസമയം മറ്റൊരു പ്രശ്നമുണ്ട്. ഈ ഫർസാനയുമായുള്ള ബന്ധം ഈ കുടുംബം അംഗീകരിക്കാത്തതിനെ തുടർന്നുള്ള വൈരാഗ്യമാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നും നരേറ്റീവ് ഉണ്ട്. പക്ഷെ അതും കൃത്യമായി വിവരിക്കാൻ പോലീസ് കൃത്യമായി തെളിവുകൾ ശേഖരിക്കുന്നതേ ഉള്ളൂ. കാരണം ഈ ഫർസാനയും കൊണ്ട് ആദ്യം പിതാവിൻ്റെ ഉമ്മയുടെ അടുത്തെത്തുകയും ഈ ഫർസാനയെ തനിക്ക് ഇഷ്ടമാണ്, താൻ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എന്നുള്ള വിവരമെല്ലാം പോലീസിന് ലഭിക്കുന്നുണ്ട്. പലരിൽ നിന്നായി മൊഴികളായി. പക്ഷെ അപ്പോഴും അതൊന്നും ഇപ്പോഴും സ്ഥിരീകരിക്കാനായിട്ടില്ല. എന്തായാലും ഈ കൊല ചെയ്യാൻ ഉപയോഗിച്ച ആയുധം, അങ്ങനെ പറയുകയാണെങ്കിൽ ഇന്ന് തന്നെ ഈ പെൺസുഹൃത്തിനെയും കൊണ്ട് അഫാൻ ഈ പിതാവിന്റെ മാതാവിന്റെ അടുത്തേക്ക് പോകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ആ കൃത്യം നടക്കുമ്പോൾ അപ്പോഴും ഈ പെൺസുഹൃത്ത് അഫാന്റെ കൂടെ ഉണ്ടെന്ന രീതിയിൽ എന്തെങ്കിലും രീതിയിൽ വാർത്തകൾ വരുന്നുണ്ടോ? അങ്ങനെയാണ് അതായത് ചില മൊഴികൾ, അതായത് ഈ കൊലപാതകത്തിന് കൊണ്ടുപോകുന്ന സമയത്ത് ഈ പെൺകുട്ടി ഉണ്ടായിരുന്നു എന്നൊരു സംശയം പോലീസിനുണ്ട്. അത് ഇപ്പോഴും ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. 3 മണിയോട് കൂടിയാണ് വെഞ്ഞാറമൂട്ടിൽ നിന്ന് ഈ പെൺകുട്ടിയുടെ ഫർസാന വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അതിനുശേഷമാണ് ഈ കൊലപാതകങ്ങളെല്ലാം നടന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം 3 മണിവരെ ഈ കൊല്ലപ്പെട്ട അനുജനും അഫ്സാനും പരീക്ഷയുണ്ടായിരുന്നു. 3 മണിക്ക് ശേഷമാണ് ഈ വീട്ടിലേക്ക് 9ാം ക്ലാസ്സുകാരനും എത്തുന്നത്. ഈ രീതിയിൽ 3 മണിക്ക് ശേഷമാണ് ഈ കൃത്യങ്ങളെല്ലാം നടപ്പാക്കിയിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കുന്നത്. ആ സാഹചര്യത്തിൽ വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്, നേരത്തെ ഈ ട്യൂഷന് പോകുകയാണെന്ന് പറഞ്ഞാണ് ഫർസാന വീട്ടിൽ നിന്ന് ഇറങ്ങിയതെന്ന ഒരു അയൽവാസി നമ്മോട് സൂചിപ്പിച്ചായി നേരത്തെ കേട്ടു. അപ്പോൾ ഈ ഫർസാന ഈ ട്യൂഷന് പോകുന്നു എന്ന് പറഞ്ഞിറങ്ങി ആദ്യം ചെന്നത് അഫാന്റെ കൂടെ ഈ പിതാവിന്റെ മാതാവിന്റെ വീട്ടിലേക്കാണ്, അതോ അഫാന്റെ വീട്ടിലേക്ക് തന്നെയാണ് ആദ്യം പോകുന്നത്? ഫർസാന അഫാന്റെ വീട്ടിൽ എത്തിയതിനു ശേഷം അവിടെ വീട്ടുകാർ കണ്ടതിന് ശേഷമാണോ ഈ പിതാവിന്റെ മാതാവിന്റെ വീട്ടിലേക്ക് പോകുന്നത്? ആദ്യം ഫർസാൻ എത്തുന്നത് എവിടെയാണ്? അഫാന്റെ വീട്ടിലാണോ അല്ലെങ്കിൽ അഫാന്റെ പിതാവിന്റെ അമ്മയുടെ വീട്ടിലാണോ? ഈ പറയാൻ പോകുന്നതൊന്നും പൂർണ്ണമായി സ്ഥിരീകരിക്കാൻ കഴിയാത്ത വിവരങ്ങളാണെങ്കിലും ഈ പല മൊഴികളിൽ നിന്ന് പോലീസ് ശേഖരിച്ച മൊഴികളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അഫാൻ ആദ്യം ഫർസാനയും കൊണ്ട് പോകുന്നത് അത് നേരെ പിതാവിൻ്റെ ഉമ്മയുടെ വീടായ വീട്ടിലേക്കാണ്. അതായത് ഏകദേശം പാങ്ങോട്, ഇവിടെ നിന്ന് ഏകദേശം 16 കിലോമീറ്റർ ഉണ്ട് പാങ്ങോട് പോകാൻ. പാങ്ങോടേക്കാണ് ആദ്യം പോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. പാങ്ങോടെത്തി പാങ്ങോടെത്തിയ ശേഷം അതിനുശേഷം ഈ പിതാവിൻ്റെ സൽമാ ബീവിയെ കൊല ചെയ്യുന്നു. സൽമാ ബീവിയെ കൊല ചെയ്ത് സൽമാ ബീവിയുടെ കഴുത്തിൽ
വീട്ടിലുണ്ടായിരുന്ന മാല അത് മോഷ്ടിക്കുന്നു. അതിനുശേഷം ഒരു ബാങ്കിലെത്തി ഇത് പണയം വെച്ചു എന്നാണ് ഇപ്പോൾ മൊഴി ലഭിച്ചിരിക്കുന്നത്. അതിൻ്റെയും ക്രോസ് ചെക്ക് ചെയ്യാനുള്ള തെളിവുകളൊന്നും ശേഖരിക്കാനുള്ള സമയം ആയിട്ടില്ല. എങ്കിലും ലഭിച്ച മൊഴിയാണ് ഈ പറയുന്നത്. അതിനുശേഷം ഒരു സ്ഥലത്തെത്തിച്ച് പണയം വെക്കുന്നു. ആ പണയം വെച്ച തുകയെടുത്ത് തുടർന്ന് ഈ ബൈക്കിന് പോയ ബുള്ളറ്റിന് പെട്രോൾ അടിക്കുന്നു. പെട്രോൾ അടിച്ച ശേഷമാണ് തൊട്ടടുത്ത രണ്ടാമത്തെ വീട്ടിലേക്ക് വരുന്നത്. രണ്ടാമത്തെ വീട്ടിലെത്തിയാണ് രണ്ടുപേരെയും കൊല ചെയ്യുന്നത്. അതായത് സൽമ ബീവിയെ കൊല ചെയ്തതിനു ശേഷം ലത്തീഫിനെയും ഷാഹിദിയെയും കൊല ചെയ്യുന്നു. ഷാഹിദിയെയും കൊല ചെയ്ത ശേഷമാണ് ഏകദേശം ഒരു 4 മണിക്ക് ശേഷമാണ് 4 മണി 5 മണിയോട് കൂടിയാണ് ഇവിടെ ഈ വീട്ടിലേക്ക് എത്തുന്നത്, പേരുമലയിലെ വീട്ടിലേക്ക് എത്തുന്നത് എന്നാണ് പ്രാഥമികമായി പോലീസ് ഇപ്പോൾ ഒരു റൂട്ട് മാപ്പ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ക്രോസ് ചെക്ക് ചെയ്യാനുള്ള കൂടുതൽ തെളിവുകൾ ലഭിക്കേണ്ടതുണ്ട്. ആ ലഭിച്ചാൽ ശേഷം മാത്രമേ പോലീസിന് എപ്പോഴും അക്കാര്യത്തിൽ ഒരു അന്തിമ കൺക്ലൂഷൻ എത്താൻ കഴിയുള്ളൂ. ഇതിന് ഉപോത്ബലമായ മൊഴികൾ ഈ പ്രതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതായത് അവസാൻ പറയുന്ന പ്രകാരമാണെങ്കിൽ തനിക്ക് കുടുംബത്തിനും സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിരുന്നു. ആ സാമ്പത്തിക ബാധ്യതകൾ തീർക്കാൻ ആദ്യം തന്നെ ഈ ബന്ധുക്കളെല്ലാം നേരത്തെ സമീപിച്ചിരുന്നു. ഈ ബാപ്പയുടെ ഈ വസ്തു വീതം വെയ്പ്പുമായി ഒരു കൺക്ലൂസീവായ എവിഡൻസിലേക്ക് പോലീസ് എത്തുന്നില്ല. ഇപ്പോഴും അനുമാനങ്ങൾ മാത്രമാണ്, നിഗമനങ്ങൾ മാത്രമാണ്. ഇതനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ പ്രൈമ ഫേസിയ പ്രഥമ ദൃഷ്ട്യാ കാര്യങ്ങൾ വ്യക്തമാകുന്നത് പ്രണയം അംഗീകരിക്കാത്തതിന്റെ വൈരാഗ്യം അത് തന്നെയായിരിക്കും ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചു എന്നുള്ളതാണ്. ഈ പെൺസുഹൃത്ത് ഫർസാന ഇന്ന് 3 മണിയോടുകൂടി സ്വന്തം വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ കോളേജിൽ നിന്ന് ട്യൂഷന് പോകുന്നു എന്ന് പറഞ്ഞാണ് ഇറങ്ങി വന്നത്. ഈ ട്യൂഷന് പോകുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങി വന്ന ഫർസാനയെ കൂട്ടി അഫാൻ ആദ്യം പോകുന്നത് മാതാവിന്റെ വീട്ടിലേക്കാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.